ഇവിടുന്ന് നമ്മൾക്ക് ഹജ്ജിന് പോവാം, ഇവിടെ വിമാനത്താവളം വരുമെന്നും അതിന് നേർ സാക്ഷിയായ വ്യക്തിയാണ് എൻ്റെ ഉപ്പ. നമ്മുടെ വലിയ ഉപ്പാപ്പ അബ്ദുൽ ഖാലിഖുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആക്കോട് മറവട്ടി കിടക്കുന്ന മഹാനവറുകളുടെ ആ പരമ്പരയിൽപ്പെട്ട സയ്യിദന്മാരാണ് ആക്കോട്ട് തങ്ങന്മാർ. അവരുടെ ഒരു ദിവസം ആക്കോട് എൻ്റെ ഉപ്പ അവിടെ ഒരു സ്ഥലത്ത് ഒരു വയലിൽ ഈ കാളപൂട്ട് കണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന, അന്നുപ്പക്ക് അറിയുകയില്ല ഇത് സിംവലിതാണ് എന്ന്, ഒരാൾ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒരു വരമ്പുണ്ട്, ഒരു വീതി കൂടിയ വരമ്പ്. ആ വരമ്പിൽ മുസല്ല വിരിച്ച് സുജൂദ് ചെയ്തു. കുറേ സമയം അവിടെ സുജൂദിൽ കിടന്നു. അതിന് ശേഷം അവിടെ നിന്ന് എണീറ്റ് നടന്നു. ഉപ്പ ബാക്കിൽ ഓടി നോക്കി, ഒന്ന് ദുആ ചെയ്യാൻ പറയല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്. പക്ഷേ അവരാ വയൽ മുറിച്ച് കടന്ന് നേരെ അങ്ങ് നടന്നു പോയി. ഒരിക്കലും ബാക്കിൽ ഓടിയിട്ട് എത്തിയില്ല. ശേഷം അന്വേഷിച്ചതാരാണ്? അപ്പോഴാണ് പറയുന്നത് മടവൂരിലുള്ള CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. CM വലീദാക്ക് 2-3 അവസ്ഥകളുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. സുജൂദ് ചെയ്ത് നടക്കുന്ന ഒരു സമയം, അതിൻ്റെ ശേഷം പിന്നെ സിയാറത്തുമായിട്ട് എല്ലാ മക്കാമുകളിലും സിയാറത്ത് ചെയ്യും. അതുപോലെ അതിന് ശേഷം അതിനോട് കൂടെ തന്നെ പല നാടുകളിലും പോവും, പല വീടുകളിലും കയറും. അങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ അവിടെ നിന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി പെരുമണ്ണാകുന്ന സ്ഥലത്തൊരു വീട്ടിൽ വെച്ച് അവിടുന്ന് കാണുകയും അവിടുന്ന് ഷെയ്ഖുനായിട്ട് ബന്ധപ്പെടുകയും ഉപ്പയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്ത് കൊടുത്തു. പല കാര്യങ്ങളും അവിടുന്ന് ആ സമയത്ത് പറയുകയും ചെയ്തു. അതിൻ്റെ ശേഷം പിന്നെ അവിടുത്തെ ഖാദിമായിട്ട് അവിടുത്തെ കൂടെ പിന്നെ അങ്ങോട്ട് നടന്ന് 5 വർഷം പിന്നെ സിയാറത്ത് ചെയ്ത് നടക്കുന്ന ഒട്ടുമിക്ക സന്ദർഭങ്ങളിൽ എൻ്റെ ഉപ്പ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഉപ്പ നമ്മളോടൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ആ നടത്തത്തിൻ്റെ ഇടയിൽ പല സ്ഥലത്തും പുഴ കടക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയും ഇവിടെ ഒരു പാലം വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ പാലം വരും. ഒരിക്കൽ വഫാത്തിൻ്റെ ശേഷം ഉപ്പ പറയുകയുണ്ടായി, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ കൂടെ ഞങ്ങൾ നടന്നു പോയ വഴിയാണിതൊക്കെ, ആ വഴികൾ മുഴുവനും ഇന്ന് സൗകര്യമുള്ള റോഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഒട്ടുമിക്ക കടന്ന പുഴകളിലും ഇന്ന് പാലങ്ങൾ വന്നിട്ടുണ്ട്. ചാലിയാറിന് തന്നെ 3-4 പാലം ഇപ്പോൾ ഉദ്ഘാടനം നടക്കാനിരിക്കുന്നു. കവണക്കല്ല് പാലം, അതിന് ശേഷം ഇന്ന് വേറെയും പാലങ്ങൾ. ഇതൊക്കെ ഉപ്പ നമ്മളോട് പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഷെയ്ഖുനായെക്കുറിച്ച് സ്മരിക്കാൻ നമ്മൾക്കുണ്ട്. എയർപോർട്ടിൻ്റെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. കരിപ്പൂരിൽ വന്നിട്ട് ആ വിജനമായ സ്ഥലത്ത് വെച്ച് അവിടെ നിന്ന് ഇവിടെ നമ്മൾക്കൊന്ന് ചുറ്റി നടന്ന് കാണണം എന്ന് അവിടുന്ന് പറഞ്ഞു. കുറേ ആളൊന്ന് കൂടെയുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നമ്മളൊന്ന് ഇവിടെ മൊത്തം നടക്കാമെന്ന് പറയും. കുറച്ച് ആൾക്കാർ പറയും നിങ്ങളൊന്ന് നടന്നു വരി, നമ്മൾ പാറപ്പള്ളിയിൽ പോയാലൊക്കെ ഉണ്ടാവില്ല ചിലവർ, നിങ്ങൾ ഉള്ളിൽ ഞാനവിടെ ഇരിക്കാമെന്ന് പറയും. കുറേ ആൾക്കാർ അങ്ങനെ അവിടെ ഇരുന്നു. പക്ഷേ എൻ്റെ ഉപ്പ ഒരു സ്ഥലത്ത് നിന്ന് ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ആ ഗ്രൗണ്ട്, ആ കാലിയായ സ്ഥലം മൊത്തം നടന്നു. ഉപ്പയും കൂടെ നടന്നു. ആ നടന്ന് തുടങ്ങിയ സ്ഥലത്ത്, ആദ്യം നടത്തം തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് നമ്മൾക്ക് ഹജ്ജിന് പോവാം, ഇവിടെ വിമാനത്താവളം വരുമെന്നും അതിന് നേർ സാക്ഷിയായ വ്യക്തിയാണ് എൻ്റെ ഉപ്പ. ഇപ്പോഴും ഉപ്പ അത് നേരിട്ട് പറഞ്ഞു കൊടുത്ത വ്യക്തികൾ ഇന്നുമുണ്ട്. നമ്മളെ കിണാശ്ശേരി കോയമ്മോൻ
സാഹിബൊക്കെ അവർക്കൊക്കെ ഉപ്പ നേരിട്ട് ആ വിഷയം പറഞ്ഞ അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. ഇങ്ങനെ ധാരാളം കറാമത്തുകൾ പഴയകാലത്ത് അനുഭവിച്ച വ്യക്തിത്വങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അവരിൽ നിന്ന് കേട്ടവരും കണ്ടവരുമായിട്ട് അവിടുന്ന് പറഞ്ഞ മാതിരി ഇന്നും മടവൂരിലെ അവസ്ഥ, മടവൂരിന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലേക്ക് ഇന്ന് അവിടുത്തെ ഉറൂസുകളും അവിടുത്തെ പരിപാടികളും ഇന്ന് വളർന്ന് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവിടുത്തെ പേരിൽ എവിടെ ഒരു ദീനിൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം വളരെയധികം വലിയ വിജയത്തിലും അത് വിചാരിക്കാത്ത രൂപത്തിലും അതിലേക്ക് പൈസകളും സംഭാവനയും കിട്ടിയ ആ ദീനിൻ്റെ സ്ഥാപനം ഇന്ന് വളർന്ന് പന്തലിച്ച് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ ഏറ്റവും തോനെ ഈ ഏരിയയിലൊക്കെ ഒറ്റ ദിവസവുമില്ലാതെ ബഹുമാനപ്പെട്ട ശൈഖുനാൻ്റെ മൗലിദ് നടക്കുന്നൊരു അവസ്ഥ നമ്മളൊക്കെ മഹല്ലുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ ഒരു വലിയ കറാമത്തും അതുപോലെ അവിടുത്തെ ഈ ഏരിയയിലൂടെ ഒക്കെ അവർ നടന്നുപോയ അവിടെ ഒരു ബറക്കത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിലും അല്ലാഹു നമ്മൾക്ക് നിലനിർത്തി തരുമാറാവട്ടെ.